ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. അതെന്തായിരിക്കും? നിങ്ങൾ അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ദുഃഖങ്ങൾ അറിയാതെ, കഷ്ടപ്പാടുകൾ അറിയാതെ വളർന്നവരായതുകൊണ്ട് സ്വയം യാതനകളും വേദനകളും ദുരിതങ്ങളും ഒന്നും അനുഭവിക്കാത്തത് കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു. മറ്റൊരാളുടെ കഷ്ടപ്പാടിനെ നിങ്ങൾക്ക് പുച്ഛമായിട്ട് തോന്നുന്നു, പരിഹസിക്കാൻ തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കണം? നിങ്ങൾ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല, വേദനകൾ അറിഞ്ഞിട്ടില്ല. അതൊക്കെ അറിയണം. മനസ്സിലായോ? അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ അതൊക്കെ അറിയിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? കുട്ടികളെ തങ്കരിച്ച് താലോലിച്ച് അവറ്റകൾക്ക് വേണ്ടുന്നതെല്ലാം സ്വയം അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കൾ അതെല്ലാം ഇരുന്ന് ഒരു പണിയും ചെയ്യാതെ എടുത്ത് തിന്നുകൊണ്ടിരിക്കും. എന്നിട്ട് മക്കൾ വലിയ വീരത്വം പറയും, എനക്ക് ഇത്രയും ഭൂമിയുണ്ട്, എനക്ക് അതുണ്ട്, എനക്ക് ഇതുണ്ട്, എൻ്റെ അത്തനും അമ്മയും എനിക്ക് ഇട്ടുമൂടാൻ പൊണ്ണുണ്ട്, ഭൂമിയുണ്ട്, എനിക്ക് ആരുടെ അടുത്ത് തെണ്ടേണ്ടി വന്നിട്ടില്ല, കൈ നീട്ടേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ ഒരു വീരവാദം പറയാം. ഒരു രോഗം വരുമ്പോഴത്തേന് തീർന്ന്, അവർ പിന്നെ തീർന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തന്തയുണ്ട്. അവറ്റകളെ വേണം ആദ്യം മുക്കായിൽ കെട്ടിയിട്ട് അടിക്കണം. മക്കളെ അങ്ങോട്ട് അല്ലലറിയിപ്പിച്ച് വളർത്തണം. അല്ലലറിയിപ്പിച്ച് വളർത്താത്ത മക്കള് എന്തായി തീരും? കണ്ടവരുടെ എല്ലാം പുറത്തു കയറാൻ പോകും. അതായത് വെറുതെ ഇരിക്കുന്നവരെ എല്ലാം ചേർന്ന് ശല്യം ചെയ്യുകയോ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരുന്ന് ഓരോ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് എന്നെ പോലെ പാവപ്പെട്ടവരുടെ മുകളിൽ കയറാൻ മാത്രം അറിയാം. എന്നെ പറ്റി ആയാലും വേറെ ഒരാളെ പറ്റി ആയാലും സോഷ്യൽ മീഡിയയിലായാലും മറ്റ് പലയിടത്തായാലും ഇങ്ങനെ കൊണ്ടുവന്ന് എഴുതി പിടിപ്പിക്കാനും. കാരണം എന്താണ്? ജോലി ചെയ്തിട്ടില്ല, മേലനങ്ങി ജോലി ചെയ്തിട്ടില്ല എന്നിട്ട് ഓരോ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കും. ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി പോയി ചെന്ന് എഴുതി പിടിപ്പിക്കുക, ചീത്ത എഴുതി പിടിപ്പിക്കുക ഒക്കെ ചെയ്യും. എന്തെങ്കിലും ഒരു തൊഴിലുണ്ടെങ്കിൽ അവർ ഈ പണിക്ക് പോകും. എന്തെങ്കിലും ഒരു തൊഴിൽ അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള പണിക്ക് പോകും. ഇല്ല. അപ്പോൾ ആദ്യം അടി കൊടുക്കേണ്ടത് നള്ളയ്ക്കും തന്തയ്ക്കുക, അല്ലേ? അടി തന്നെ കൊടുക്കണം, നല്ല അടി കൊടുക്കണം. അടി കൊടുക്കുക എന്ന് വെച്ചാൽ ദേഹത്ത് ഉപദ്രവിക്കുക എന്നതല്ല. ദേഹം ഉപദ്രവിക്കുക എന്നതല്ല. നിങ്ങൾക്കറിയാവോ, കൃഷ്ണന്റെ കഥ തന്നെ എടുത്താൽ എത്രമാത്രം ദുഃഖം, കുട്ടിക്കാലം, തിരിച്ചറിവ് എത്താത്ത പ്രായം മുതൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ദുഃഖങ്ങളിൽ കൂടിയും ദുരിതങ്ങളിൽ കൂടി എല്ലാം ജീവിച്ച് വന്ന ഒരാളാണ് ശ്രീകൃഷ്ണൻ. എത്രമാത്രം മാതാപിതാക്കളെ ആ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തന്നെ വേർപെട്ട കൃഷ്ണൻ. മനസ്സിലായോ? നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് കൃഷ്ണന്റെ കഥകൾ തന്നെ. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ ആത്മകഥയും ഒക്കെ വായിക്കാതെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ കഥകൾ വായിക്കാൻ ഞാൻ പറയില്ല, എന്നാൽ നിങ്ങൾ അറിയുവാണെങ്കിൽ മുഹമ്മദ് നബിയുടെയും ക്രിസ്തുവിൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ ആ കഥകൾ, എന്തിനാണ് ആ കഥകൾ ഇവിടെ കാട്ടിയത്? അവരൊക്കെ ജീവിച്ചു വന്ന ആ ജീവിതത്തെ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായോ? സ്വയം അറിയാൻ വേണ്ടിയോ, സ്വയം മനസ്സിലാക്കാൻ. അത് കണ്ടിട്ട് ഈ കൃഷ്ണൻ അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു. നിങ്ങളൊരു കൃഷ്ണനെ നിങ്ങൾക്ക് തന്നെ അന്നേരം സ്വയം തോന്നും, എൻ്റെ കുട്ടിക്കാലവും ഇതുപോലെയാണല്ലോ, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന തോന്നലുണ്ടാവും നിങ്ങൾക്ക്. മനസ്സിലായോ?
അവരുടെ എല്ലാം കഥകളും ഒക്കെ മനസ്സിലാക്കുന്നത് എന്തിനാണ് അവരുടെയൊക്കെ കഥകളിലൂടെ ഇങ്ങനെ പിന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞൊക്കെ നടക്കുന്നത്. അവരുടെയൊക്കെ കുട്ടിക്കാലം അതൊക്കെ മനസ്സിലാക്കണം. കൃഷ്ണന്റെ കുട്ടിക്കാലം മുലപ്പാല് പോലും കുടിച്ചിട്ടില്ല നേരാൻ വണ്ണം. തള്ളവിരലായിരുന്നു മുലപ്പാല്. മുല എന്ന് വെച്ചാൽ ഈ തള്ളവിരലും കൊണ്ട് ഇങ്ങനെ, തള്ളവിരലോ ഏത് വരല ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അത് ഉറിഞ്ച് കുടിക്കും. കൃഷ്ണന്റെ കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീര് പൊഴിക്കേണ്ടി വരും. നമ്മൾ അറിയാതെയെങ്കിലും നമ്മൾ കരഞ്ഞു പോകും കൃഷ്ണനെ പറ്റി ഓർക്കുമ്പോൾ. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പറ്റി ഓർക്കുമ്പോഴും നമ്മൾ ഏങ്ങി കരഞ്ഞു പോകും. മുഹമ്മദ് നബിയെ കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ?